എന്താ എങ്ങോട്ടാണ് പോകണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ് സംതിങ് ബിഗ് അല്ലെങ്കിൽ സംതിങ് ഫിഷി ഉടനെ സംഭവിക്കാൻ പോവാണ്. ഇതിന്റെ എല്ലാം ഗുണം വരുമ്പോഴത്തേക്കും അതിന്റെ വലിയൊരു ദോഷഫലം അല്ലെ എല്ലാരും വരാണ്ട്. അപ്പൊ അവിടെ എനിക്ക് എടുത്തു പറയാനുള്ളത് നിങ്ങൾ സേഫ് സോണിലേക്ക് പോവുക എന്നുള്ളതാണ്. 2026 നിങ്ങൾ ജോലി മേടിച്ചാലും നിങ്ങൾ ലൈഫിൽ സെറ്റിലായി. എന്നാൽ 2026 ജോലി മേടിക്കാനുള്ള അവസരം എല്ലാം കിടപ്പുണ്ട് താനും. ഇത്രയും ഇഷ്യൂസ് വന്നാലും നമ്മൾ സേഫ് സോണിൽ വരുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സാലറി സ്കെയില് അത് എങ്ങനെയാണ് അതിൻ്റെ ഡിവിഷൻ, അതുപോലെ അതിൻ്റെ ഡി എയുടെ എന്താണ് ഡിയർനെസ് അലവൻസ് എന്താണ്, ബാക്കിയുള്ള അലവൻസുകൾ എന്തെല്ലാം, നിങ്ങളൊരു LGS ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സാലറി കിട്ടും, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയാൽ നിങ്ങൾക്ക് എത്രത്തോളം സാലറി കിട്ടും, വ്യത്യസ്തമായ കമ്പനി ബോർഡിലേക്ക് ഉള്ള പേ സ്കെയിൽ എത്ര. എല്ലാവർക്കും സഹകാരിയിലേക്ക് സ്വാഗതം. ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. എല്ലാവരെയും, തൊഴിൽ മേഖലയിലെ എല്ലാവരെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന, എന്നാൽ നമ്മൾ എല്ലാവരും അധികം ഉപയോഗിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ എല്ലാവരുടെയും ജോലി കളയാൻ ഒരു സാധ്യതയുള്ള ഒരു വില്ലൻ. നിങ്ങൾ എപ്പോഴും കേട്ട് തുടങ്ങി കഴിഞ്ഞു, നിങ്ങളല്ലേ പലപ്പോഴും പലയിടത്തായിട്ട് എല്ലാവരും കേട്ട് തുടങ്ങി കഴിഞ്ഞു ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതിൽ PSC പ്രാധാന്യം എന്താണെന്നുള്ള കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞങ്ങോട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴും തന്നെ പറഞ്ഞു പോകാൻ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ വരിയായിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സെഷൻ അവസാനം വരെയും കാണണം കേട്ടോ. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി നോക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് കുടിയേറാൻ നിൽക്കുന്ന ആളാണോ, അല്ലെങ്കിൽ PSC പരീക്ഷ എഴുതി മടുത്ത് നിൽക്കുന്ന ആളാണോ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഒരു 5 വർഷത്തിന് ശേഷം നമ്മുടെ ജോലിയിൽ, നമ്മുടെ ആ ഒരു പെർഫോമൻസിൽ ദൂരവ്യാപകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. ആ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു സേഫ് സോണിലോട്ട് മാറാനുള്ള വഴി കൂടെയാണ് എന്ത് സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ അല്ലേ. അതായത് നമ്മളിപ്പോ എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് 2025 1 ലക്ഷത്തിലധികം ടെക് പിരിച്ചുവിടലുകൾ. ഇത് വളരെ സുപ്രധാനമായിട്ട് അടുത്ത് ന്യൂസുകളിലൊക്കെ വന്നതാണ്. 1 ലക്ഷത്തിലധികം. അമേരിക്കയിൽ ഇപ്പോൾ 2.5 ലക്ഷത്തിന്റെ കണക്ക് വന്നു അടുത്തല്ലേ. അപ്പോൾ അതുപോലെ ആമസോണിൽ മാത്രമായിട്ടാണ് ഈ ഒരു കണക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ IT കയറ്റുമതി മേഖലയിലെ ഭീമനാണ് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും. അവിടെയും ഇതുപോലെ ഭീമമായ പിരിച്ചുവിടൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്കോണമിയിൽ തന്നെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. നമ്മുടെ GDP എല്ലാ കാര്യങ്ങളിലും. നമ്മുടെ കഴിഞ്ഞ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒരു ചരിത്രം മിസ്സിന് ഓർമ്മയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ചരിത്രം ഇത് അന്വേഷിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നതെന്ന്. നമ്മൾ കേൾക്കുമ്പോൾ സാമ്പത്തിക എങ്ങനെ ഈ പൈസ ഇല്ലാണ്ടാവുന്നത് അല്ലെ, ആൾക്കാരുടെ കയ്യിൽ ഇല്ലാണ്ടാവുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. അത് അന്ന് അമേരിക്കയിൽ നിന്നായിരുന്നു തുടക്കം. അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്കും അന്ന് അറിയാം ലോക പോലീസാണ്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ക്രെഡിറ്റ് കാർഡിന് അമിതമായിട്ടുള്ള ഉപയോഗം. അപ്പോഴത്തേക്കും ആൾക്കാർ ക്രെഡിറ്റിൽ ജനിച്ച് ക്രെഡിറ്റിൽ ജീവിച്ച് ക്രെഡിറ്റ് ചോദിച്ച് അങ്ങനെയുള്ളവർ പോകുന്നൊരു സിറ്റുവേഷൻ. അപ്പൊ അവിടെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട 1-2 കമ്പനികളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കുറച്ച് പിരിച്ചുവിടൽ വരുന്നു, ആൾക്കാരുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു, പിന്നെയിലെ മാലപ്പടക്കത്തിന് തിരികൊളുത്ത പോലെയാണ്. മൊത്തത്തിൽ ബാങ്ക്രപ്റ്റൻസി ഉണ്ടാകുന്നു. ബാങ്കുകൾക്ക് കൊടുത്ത കാശ് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ബാങ്കുകൾ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാതെ വരും. അങ്ങനെ ബാങ്കുകൾ തകരും. ബാങ്കുകൾ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാ സ്ഥാപനങ്ങൾക്കും അതുപോലെ പ്രശ്നം ഉണ്ടാവും. അതിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി പിരിച്ചുവിടൽ ഉണ്ടാവുന്നതാണ്. അങ്ങനെ അത് പിന്നെ അതിന്റെ ആഘാതം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഈ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നത്. ഒരു ചീട്ട് കൊട്ടാരം അടുക്കി വെച്ചിട്ട് ഒന്ന് തട്ടി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വീഴുന്ന പോലെയാണ് നമ്മുടെ എക്കോണമിയുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് IT മേഖല, അല്ലെങ്കിൽ IT മേഖല എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് നമുക്കിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാലറി നമ്മൾ ഈ ഡോക്ടേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അതിന് മേലെ തന്നെയാണ്. കാരണം ഓരോ ടെക്നോളജിയും വരുമ്പോൾ അവരുടെ ആളുകളുടെ ആവശ്യമുണ്ട്. അപ്പൊ അത്രയും ഭീമമായിട്ടുള്ളൊരു തുക ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നതാണ് ഈ IT മേഖല എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഓവറോൾ വർക്ക് ഫോഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ജോലിയുടെ ആഗോളതലത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ മുഴുവനും നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരുടെ ലിസ്റ്റ് മാത്രം നോക്കിയാൽ നിങ്ങൾ IT-ൽ എത്ര പേര്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എത്ര പേര് പണിയെടുക്കുന്നുണ്ട്. തലച്ചോറ്, പണ്ട് നമ്മൾ പറയും തലച്ചോറ് വെച്ച് നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം കിട്ടും, മസിൽ ജോലി എന്ന് പറയാറുണ്ട് അല്ലെ. ആ ജോലികളെ കംപ്ലീറ്റ് ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. മസിൽ പവർ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലിയെ മാത്രം ഇത് ബാധിക്കില്ല, ബാക്കിയുള്ള എല്ലാത്തിനെയും ബാധിക്കുന്ന അവസ്ഥയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോഡ് എഴുതാൻ നമുക്കൊരു പ്രോഗ്രാമറുടെ ആവശ്യമില്ല. ഒരു പ്രോഗ്രാമർ പ്രോംപ്റ്റ് എഴുതി കൊടുത്താൽ മതി. സീനിയർ ഡെവലപ്പേഴ്സ് എല്ലാം ഇപ്പൊ പ്രോംപ്റ്റ് എഴുതാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിക്ചേഴ്സ് ആയാലും ശരിയാണ്, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി, എനിക്ക് ഇങ്ങനെയുള്ള ഒരു പിക്ചർ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ആരുടെ ഇലസ്ട്രേറ്ററുടെ പണിയിലാണ് അത് ബാധിക്കുക. ഇലസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും, അത് നമുക്ക് കമ്പ്യൂട്ടറിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ചിത്രങ്ങൾ വരയ്ക്കുന്ന ജോലിയാണ് ഇലസ്ട്രേറ്റർ ജോലി.
ഫോട്ടോഷോപ്പിന്റെ ജോലി അല്ലെ, AI വന്നോടി ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ ജോലി ഭാരം വളരെയധികം കുറഞ്ഞു. അപ്പൊ അതേപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഡാറ്റ അനലിറ്റിക്സ്, മിക്കവാറുള്ള എല്ലാ കമ്പനികളിലും ഒരു ലോഡ് ഡാറ്റ ഉണ്ടായിരിക്കും. ആ ഡാറ്റ അനലിറ്റിക്സ് നടത്തി അനലൈസ് ചെയ്തുകൊണ്ട് പുതിയൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ആൾക്കാർ, നമുക്ക് ഒരു കമ്പനിക്ക് പ്രാപ്തി കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം ഇപ്പൊ എനിക്ക് ChatGPT പോയി അല്ലേ, അതെ പുതിയ ഓരോ ആപ്ലിക്കേഷൻ. വാട്ട് എവർ ഇറ്റ് മേ ബി, സിനിമ എടുക്കൽ വരെ ഇപ്പൊ തന്നെ AI നിർമ്മിത സിനിമ തുടക്കം തൊട്ട് ഒടുക്കം വരെ അല്ലെ, സിനിമ വന്നു കഴിഞ്ഞു ഇപ്പൊ തന്നെ. സാറേ അതിലാണ് ഹോട്ട്സ്റ്റാറിലാണെന്ന് തോന്നുന്നു മഹാഭാരതം അതെ അടിപൊളിയായിട്ടാണ് അവർ എടുത്തേക്കുന്നത് വരുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പൊ നമുക്കിത് എന്തായിത്തീർന്നു പറയാൻ പറ്റുമോ? ഇല്ല, ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ നമ്മളൊരു പുകമറയിൽ നിൽക്കുകയാണ്, ഇത് എങ്ങോട്ട് പോകണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ്, സംതിങ് ബിഗ് അല്ലെങ്കിൽ സംതിങ് ഫിഷി ഉടനെ സംഭവിക്കാൻ പോവാണ്. ഇതിന്റെ എല്ലാം ഗുണം വരുമ്പോഴത്തേക്കും അതിന്റെ വലിയൊരു ദോഷഫലം അല്ലെ എല്ലാരും വരാണ്ട്. അപ്പൊ അവിടെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ സേഫ് സോണിലേക്ക് പോവുക എന്നുള്ളതാണ്. സേഫ് സോൺ എന്ന് പറയുമ്പോഴത്തേക്കും കട്ടൻ ചിപ്പിക്കുന്ന ഒരു സാലറി കിട്ടും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ IT മേഖല അങ്ങനെയുള്ള മേഖലയിൽ പോകണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ലേൺ AI ഫസ്റ്റ് അല്ലേ. നിങ്ങൾ AI സാധ്യത ഉപയോഗിക്കുക. ഇനി സർക്കാർ ഈ ഒരു AI കൊണ്ടുവരില്ല എന്ന് പറയാൻ പറ്റില്ലായിരിക്കും, ഉറപ്പായിട്ടും ഇല്ല. നമുക്കതാണ് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസിലൊക്കെ. പക്ഷെ ലേ ഓഫ് നടക്കില്ല എന്നുള്ളതാണ്. ഏതാണ് ഉള്ളവന് ജോലി നഷ്ടപ്പെടില്ല. അതാണ് സർക്കാർ ജീവനക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ ഇനി വരുന്നവർക്ക് അവസരങ്ങൾ കുറയും. അതെ ഈ വരുന്നവർക്ക് കുറച്ചും കൂടെ ഒക്കെ ഈ പറഞ്ഞ പോലെ അവരിങ്ങനെ ചുരുക്കി എടുക്കും. കാര്യം പല സ്ഥലങ്ങളിലും ഡാറ്റ അനലിറ്റിക്സിനൊക്കെ AI ഉപയോഗിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സർക്കാർ. എന്നാൽ കൂടിയും ഈ കമ്പനികൾ ലേ ഓഫ് ചെയ്യുന്നവരെ നമ്മളെ പറഞ്ഞു വിടില്ല എന്നുള്ളത്. അപ്പൊ അതിനു മുന്നേ, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ളൊരു വർഷമാണ് 2026. ഉറപ്പായിട്ടും 2026 നിങ്ങൾ ജോലി മേടിച്ചാലും നിങ്ങൾ ലൈഫിൽ സെറ്റിലായി. എന്നാൽ 2026 ജോലി മേടിക്കാനുള്ള അവസരം എല്ലാം കിടപ്പുണ്ട് താൻ അല്ലേ. നമ്മളെല്ലാം കൂടെ കൂട്ടിയെടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു 6600ഓളം വേക്കൻസികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 7000 അടുപ്പിച്ച്, അതായത് നമ്മൾ LGS എല്ലാം കൂട്ടിയിട്ട് അത്രയും വരും. അപ്പൊ നിങ്ങൾ ഈ കേരളത്തിലുള്ള ഈ യുവത്വ ജനതയ്ക്ക് നമുക്കൊന്ന് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന അവസരമാണ് മക്കൾ 2026. ഭയങ്കര അവസരമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം നോക്കുമ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ പറ്റൂ. അപ്പൊ അവർക്കും 10th ലെവൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ VFM BEPCO ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു കൂട്ടപ്പെടുത്തം അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു അവസരമാണിത്. എല്ലാ നോട്ടിഫിക്കേഷനും നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുവാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ഈ പറഞ്ഞ പോലെ ഉപദേശമായിട്ട് നിങ്ങൾ എടുത്താൽ മതി. കാര്യം നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എപ്പോഴും ഈ പറഞ്ഞ പോലെ ജോലി ഈ ഇത്തരത്തിൽ IT മൂലം ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള മേഖലകൾ, നഴ്സുമാരെ കുഴപ്പമില്ല. കാരണം പിന്നെ റോബോട്ടിക്സ് വരുന്നുണ്ടെങ്കിലും അവർക്കൊന്നും സംഭവിക്കാതെ നമ്മൾ സംഭവിക്കുന്നത് പ്രതീക്ഷിക്കാം. സർജറി ചെയ്യാൻ റോബോട്ട് റെഡിയായ സമയമുണ്ട്. ഇപ്പൊ മന്ത്രി വരെ ഉണ്ട് സാർ AI ആയിട്ട്. DL അൽബേനിയയുടെ മന്ത്രിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. AI ആയിട്ട് ബന്ധപ്പെടുത്തിയ പുതിയ അപ്ഡേറ്റ്സ് ചോദിക്കും PSC. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. ആ അപ്ഡേറ്റ്സ് എല്ലാം മിസ് ഉടനെ കൊണ്ടുവരും, കൺസോൾട്ടേറ്റ് കൊണ്ടുവരും. നമുക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. നമ്മുടെ കയ്യിലൊരു ജോലി, നമ്മള് ജീവിതത്തിലിരിക്കും തകർന്നു പോകാത്തൊരു ജോലി. ഈ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോഴത്തേക്കും, അതുപോലെ ഈ വരൾച്ച വന്നപ്പോഴത്തേക്കും, പ്രളയം വന്നപ്പോഴത്തേക്കും, അതുപോലെ ഈ കോവിഡ് വന്നപ്പോഴത്തേക്കും ഒക്കെ സുഖിച്ചിരുന്നില്ല. പണിയുണ്ടായിരുന്നു. ഞാനൊക്കെ ആ സമയത്ത് പണിയെടുത്ത് വരാം. അങ്ങനെ പോലീസുകാരൻ ആൾക്കും ജോലിക്ക് വേണം. എന്നിരുന്നാലും നമ്മളോട് ഒരു തമാശ ഉണ്ടായി. അതായത് ഈ നെടുമങ്ങാടിലെ പോത്തങ്കോട് ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് കോവിഡ് ഒരു മരണം സംഭവിക്കുന്നത്. അപ്പൊ പോത്തങ്കോട് ഭാഗത്തുനിന്ന് വരുന്നു എന്നും പറഞ്ഞ് 2 ആഴ്ചയോളം ഹസ്ബൻഡിന് പോയേണ്ടതില്ല. പക്ഷെ അവസാനം വിളിച്ചു. സംഭവം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ക്യാമ്പിലുള്ള മറ്റുള്ളവര് പണിയുണ്ടാക്കി. എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഡോക്ടേഴ്സ് പോകുന്നുണ്ടല്ലോ, അവർക്കൊന്നും പ്രശ്നമില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇരുത്തുന്നതെന്നും പറഞ്ഞ് തിരിച്ചു വിളിച്ചു. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലും നമുക്ക് 1-ാം തീയതി ശമ്പളം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ സാലറി ചലഞ്ചായിട്ട് 1 മാസം ശമ്പളം എല്ലാവരും തിരിച്ച് നമുക്ക് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നാലും ഇത്രയും ഇഷ്യൂസ് വന്നാലും നമ്മൾ സേഫ് സോണിൽ വരുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സാലറി സ്കെയില് അത് എങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ, അതുപോലെ അതിന്റെ DAയുടെ എന്താണ് ഡിയർനെസ് അലവൻസ് എന്താണ്, ബാക്കിയുള്ള അലവൻസുകൾ എന്തെല്ലാം, നിങ്ങളൊരു LGS ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സാലറി കിട്ടും, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയാൽ നിങ്ങൾക്ക് എത്രത്തോളം സാലറി കിട്ടും, വ്യത്യസ്തമായ കമ്പനി ബോർഡിലേക്ക് ഉള്ള പേ സ്കെയിൽ എത്ര, ഇതെല്ലാം വിശദമായിട്ടുള്ള കണ്ടന്റുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വരും. അപ്പോൾ അതുവരെ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ അമർത്താനും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ സംശയങ്ങൾ അപ്പോൾ അതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത കണ്ടന്റിൽ കാണാം. താങ്ക് യു.